പേൾ ലഗൂൺ റെസ്റ്റോറൻറ്റ്. ഇത് പെരിന്തൽമണ്ണയുള്ള റെസ്റ്റോറൻ്റാണ്. ആക്ച്വലി ഞാൻ ജസ്റ്റ് നാട്ടിൽ പോണ സമയത്ത് വന്നതാണ്. കയറി നോക്കട്ടെ എന്താ കഴിക്കാൻ പറ്റുമെന്ന്. ഗൈസ്, ആക്ച്വലി ഞാനിവിടെ വന്നിട്ട് പേൾ ലഗൂണിന്ന് എന്താ പറയുക, മട്ടൻ ജോഷ് അങ്ങനെ എന്തൊരു സാധനം, അതായത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റേറ്റ്. റോഗൻ ജോഷ്, ഇവൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എന്താ റോഗൻ ജോഷ് എന്ന് പറയുമ്പോൾ ഒരു 370 rupees ഉണ്ട്. അതൊരു പോർഷനാണ്, മട്ടനാണ്. പിന്നെ നൈസ് പത്തിരിയാണ്. നൈസ് പത്തിരിയും കഴിച്ച് മതി എനിക്ക്, കാരണം എനിക്ക് ഹെവി ആയിട്ട് വേണ്ടെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു, ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയാം. ഓക്കെ, ഈ ഇളനീർ ചിക്കൻ കഴിക്കാമായിരുന്നു, ക്വാർട്ടർ ഹാഫ്, അതൊക്കെ ഇതിൻ്റെ അകത്തോട്ടോ. ആക്ച്വലി ഗൈസ്, ദിസ് മച്ച് ക്വാണ്ടിറ്റി വെരി ഹെവിയാണ്, നമുക്ക് പറ്റത്തില്ല മൊത്തം കഴിക്കാൻ. പത്തിരി കുറവാണ്, പക്ഷേ ഇത്ര ഹെവിയുള്ള സാധനം ഞാൻ കഴിക്കാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ, ലെറ്റ് മി ട്രൈ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് വെരി വെരി ഹെവി. ഇതൊരിക്കലും കഴിക്കാൻ പറ്റത്തില്ല. ബാക്കി എൻ്റെ അമ്മക്ക് പാർസൽ കൊണ്ടുകൊണ്ട് ഇമ്മ മട്ടൻ എന്ന് പറയുമ്പോൾ സമയത്തിന് സ്വാഭാവികമായിട്ടും എന്ത് പറയും, മട്ടനൊക്കെ കഴിക്കാനായോ എന്നൊക്കെ പറയും. പക്ഷെ മട്ടൻ ഉണ്ടല്ലോ, മട്ടൻ ഒന്നും പറയാനല്ലോ കേട്ടോ, കുറച്ച് വേവാണ്ടോ കുറച്ചോനെ. പക്ഷെ മട്ടനായതുകൊണ്ടായിരിക്കും മേ ബി. ഇല്ല കേട്ടോ, പക്ക ജ്യൂസ് സാധനം. മട്ടൻ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം കേട്ടോ. ദിസ് റിച്ച്നെസ് ക്രീമി സാധനം, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. എൻ്റെ വായിന്ന് പത വരുന്നുണ്ട്, പത. നല്ല ഹെവി ക്വാണ്ടിറ്റി മട്ടനിൽ ഒരു വൈഡ് ആംഗിൾ ആക്കാൻ പറ്റൂല, ഐ തിങ്ക് സോ. ഒന്നും പറയല്ല. ആക്ച്വലി ഗൈസ്, ഞാൻ വീണ്ടും കാണിക്കണം എന്ന് വിചാരിച്ചല്ല. അപ്പോൾ പക്ഷേ ഒരു സാധനം ഞങ്ങൾക്ക് കാണിച്ചിടാം. ലിറ്റിൽ ബേബി ഇങ്ങോട്ട് എടുക്കുക. പക്ഷെ മട്ടൻ ഉണ്ടല്ലോ, മട്ടൻ ഇത്ര കേബി എനിക്ക് അവർ തരുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒമ്പോ, ഇത് ഓൾ മട്ടൻ പീസാണ്. അതായത് കണ്ടോ, ഇത് ആക്ച്വലി അമ്മാര് സാധനം, ഒന്നും പറയാറില്ല. അയ്യോ, ഇതെന്താ ഇങ്ങനെ, എനിക്ക് പറ്റുന്നില്ല. അയ്യോ, ഈ സാധനം ഹെവി ആയിട്ട് ഒരു വലിയൊരു മൗത്ത് പണ്ടാറൊക്കെ എത്തുന്നതാണ്. അതാണ് എൻ്റെ ഇപ്പം അടുത്ത ടാസ്ക്. കൊള്ളാട്ടോ, ഒരു രക്ഷയില്ല. ഇത്ര ക്വാണ്ടിറ്റിയിൽ തന്നല്ലോ, നല്ല കാര്യം.